നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകളുടെ എണ്ണം ഉയരുകയാണ്. നിലവിൽ രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 1000 കടന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കേസുകളുടെ എണ്ണം 1009 മെയ് 19 മുതൽ കേരളത്തിൽ 335 കേസുകൾ കൂടിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ ആകെ 430 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നുണ്ട്. രാജ്യത്താകെ മെയ് 19 ശേഷം റിപ്പോർട്ട് ചെയ്തത് 752 കേസുകളാണ്. ഇതിൽ 305 പേർ രോഗവിമുക്തരായി. കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പരിശോധനകൾ നടക്കുന്നതുകൊണ്ടുമാണ് കേസുകൾ ഉയരുന്നത്. രാജ്യത്തെ 20 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോഴും കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ കോവിഡ് കേസുകളിലുണ്ടായ വർധനവിന് കാരണം JN1 വേരിയന്റ് വ്യാപിക്കുന്നതാണ്. ഈ വേരിയന്റ് വളരെ സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതുവരെ ഇതിനെ ആശങ്കാജനകമായ വേരിയന്റായി തരംതിരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ പറഞ്ഞു. സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതും അണുബാധയേറ്റവർ 4 ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നതുമാണ്. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് ചില സാധാരണ ലക്ഷണങ്ങൾ. അതേസമയം രോഗബാധ ഉയരുമ്പോഴും ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗമുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്.